അയ്യോ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയത്നത്തെ ലഘൂകരിക്കുന്ന എന്തിനേയും മെഷീൻ എന്ന് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ കാണുന്ന മോട്ടോർ പമ്പ് സെറ്റ്, ഇത് ഉപയോഗിക്കുന്നത് കിണറിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കപ്പിയും കയറും ഉപയോഗിച്ചിട്ട് വെള്ളം കോരിയെടുക്കുക, ബക്കറ്റ് ഉപയോഗിച്ചിട്ട് വെള്ളം കോരിയെടുക്കുക. ഇനി വേറൊരു മെഷീൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് പ്രസ്സുകളിലൊക്കെ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് കടയിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടൈപ്പ് മെഷീനാണ് ഈ കാണുന്നത്. ഇത് കാണുന്നത് മറ്റൊരു മെഷീൻ, നമുക്കറിയുന്ന ഫാൻ, കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഫാൻ. അതുപോലെ നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന വിശറി, മുമ്പ് കാലത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രായമായ ആളുകളൊക്കെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് വിശറി. അതുപോലെ ഈ കാണുന്നത് നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ കാണുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ഈ കാണുന്നത്. അതുപയോഗിച്ച് വാഹനങ്ങളൊക്കെ പൊക്കി നിർത്തുന്നത്. ദെൻ ഈ കാണുന്നത് നമ്മുടെ കാറിലും ബസ്സിലുമൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന സ്ക്രൂ ജാക്ക് എന്ന് പറഞ്ഞ ഉപകരണമാണ്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള 8 ഫിഗേഴ്സിൻ്റെയും പ്രത്യേകത, ഇതെല്ലാം മെഷീൻസ് ആണ്. എല്ലാം മെഷീൻസ് ആണ്. കാരണം ഇതെല്ലാം മനുഷ്യന്റെ പ്രയത്നത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ്. ഇതിൽ ഈ കാണുന്ന മോട്ടോർ പമ്പ് സെറ്റ്, അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള പേപ്പർ കട്ടിങ്, പ്രസ്സിൽ ഉപയോഗിക്കുന്ന മെഷീന്, ഫാന്, അതുപോലെ വർക്ക്ഷോപ്പുകളിൽ കാണുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതെല്ലാം കുറച്ച് സങ്കീർണമായ മെഷീനറികൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ 4 കപ്പിയും കയറും, അതുപോലെ പേപ്പർ കട്ട് ചെയ്യുന്ന സാധാ ചെറിയത് വിശറി, ഈ പറഞ്ഞ സ്ക്രൂ ജാക്ക്, ഇതെല്ലാം അധികം സങ്കീർണമായ പാർട്സുകളില്ലാത്ത മെഷീൻസ് ആണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ മെഷീൻസിനെ കുറിച്ചാണ്. സിമ്പിൾ മെഷീൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ ടോപ്പിക്കിലെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ സിമ്പിൾ മെഷീൻ, ഡിഫൈൻ ടേംസ് അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ മെഷീൻ, ഡിഫൈൻ ഐഡിയൽ മെഷീൻ, ഡിഫൈൻ ലിവർ, ഡിഫൈൻ പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സ്, then last one classify levers. ഇനി എന്താണ് സിമ്പിൾ മെഷീൻ എന്ന് നോക്കാം. നമ്മൾ പലതരത്തിലുള്ള മെഷീൻസ് കണ്ടു. ഇനി എന്താണ് സിമ്പിൾ മെഷീൻ? നമ്മൾ നേരത്തെ കണ്ട ഫിഗറിലെ പുള്ളി, അതായത് കപ്പിയും കയറും, വിശറി, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് കടയിലൊക്കെ കാണുന്ന ചെറിയ പേപ്പർ കട്ടിംഗ് മെഷീൻ, വണ്ടികളിലൊക്കെ ഉണ്ടാവുന്ന സ്ക്രൂ ജാക്ക്, ഇതെല്ലാം സിമ്പിൾ മെഷീൻസ് ആണ്. അപ്പം അതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരാം. ഈ കാണുന്ന ഫിഗറിൽ ഒരാൾ ഒരു കപ്പിയിലൂടെ ഒരു കയറിട്ടിട്ട് ഒരു വെയിറ്റ് പൊക്കുകയാണ്. അപ്പം ഇവിടെ ഇയാൾ ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് കയറിൻ്റെ ഒരു ഭാഗം പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ അപ്പുറത്ത് ലോഡ് മുകളിലേക്ക് പൊങ്ങി വരികയാണ്, ഒരു വെയിറ്റ് മുകളിലേക്ക് പൊങ്ങി വരികയാണ്. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് വെള്ളം കോരുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. ഈ കാണുന്ന കപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷീനാണ്. അപ്പോൾ സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ സിമ്പിൾ മെഷീൻ ഈസ് എ ഡിവൈസ് ദാറ്റ് സിംപ്ലി ട്രാൻസ്ഫോംസ് ദി ഡയറക്ഷൻ ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫോഴ്സ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഡിവൈസാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൽ നമ്മൾ നേരത്തെ കണ്ട കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സുകളൊന്നും ഈ മെഷീൻസിൽ ഉണ്ടാവില്ല. സിമ്പിൾ മെഷീൻസിൽ
നമ്മുടെ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനെയാണ് സാധാരണയായിട്ട് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുക. നേരത്തെ കണ്ടതിൽ മോട്ടോർ പമ്പിന് ഇലക്ട്രിക്കൽ എനർജി വേണം, ഫാനിന് ഇലക്ട്രിക്കൽ എനർജി വേണം, അതുപോലെ പേപ്പർ കട്ടിങ്ങിന്റെ വലിയ മെഷീനും എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ പവർ ഇൻപുട്ട് കൊടുക്കണം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന സിമ്പിൾ മെഷീനിലെല്ലാം മനുഷ്യന്റെ എഫേർട്ടാണ് സാധാരണയായിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുക. സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സിനെ മറ്റൊരു ഡയറക്ഷനിൽ വേറൊരു രീതിയിൽ മാറ്റുന്ന ഡിവൈസുകളെയാണ് സിമ്പിൾ മെഷീൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള കപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷീനാണ്. വേറൊരു രീതിയിൽ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് എ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് വൺ പോയിന്റ് ഇൻ വൺ ഡയറക്ഷൻ ഈസ് മെയ്ഡ് അവൈലബിൾ അറ്റ് സം അതർ പോയിന്റ് ആൻഡ് ഇൻ സം അതർ ഡയറക്ഷൻ. അതായത് ഇതൊരു ഡിവൈസ് ആണ്. എങ്ങനെയുള്ള ഡിവൈസ്? നമ്മൾ ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിനെ വേറൊരു സ്ഥലത്ത് വേറൊരു പോയിന്റിൽ വേറൊരു ഡയറക്ഷനിലേക്ക് മാറ്റുന്ന ഡിവൈസുകളാണ് സിമ്പിൾ മെഷീൻ. നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്, ഈ ഫിഗർ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയുള്ള കപ്പി പുള്ളി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മെഷീനാണ്. ഇവിടെ അയാൾ ഒരു എഫേർട്ട് കൊടുക്കുന്നുണ്ട്, താഴോട്ട് കയറ് പിടിച്ച് വലിക്കുന്നു, അതിനനുസരിച്ച് അപ്പുറത്ത് വെയിറ്റ് മുകളിലേക്കാണ് ഉയരുന്നത്. അപ്പൊ ഇവിടെ താഴോട്ട് വലിക്കുന്ന ആ ഫോഴ്സ് അപ്പുറത്ത് മുകളിലേക്ക് ആ വെയിറ്റിനെ ഉയർത്തുന്ന ഒരു ഫോഴ്സായി ആ പുള്ളി മാറ്റുകയാണ്. അപ്പൊ ഈ പുള്ളി ഒരു സിമ്പിൾ മെഷീനാണ്. പുള്ളി എന്ന് പറയുന്നത് സിമ്പിൾ മെഷീന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി സിമ്പിൾ മെഷീൻസിന്റെ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ്: ഒന്ന് ലിവേഴ്സ്, ദെൻ നമ്മൾ പറഞ്ഞ സ്ക്രൂ ജാക്ക്, അതുപോലെ പുള്ളീസ്, ഇതുപോലത്തെ കപ്പികൾ. പിന്നെയുള്ളത് വീൽ ആൻഡ് ആക്സിൽ. വീൽ ആൻഡ് ആക്സിൽ എന്ന് പറഞ്ഞത് സാധാരണയായിട്ട് ഒരു സിമ്പിളായിട്ട് അതിൻ്റെ ഒരു രൂപം പറഞ്ഞു തരാനാണെങ്കിൽ, നമ്മൾ കിണറിൽ നിന്നൊക്കെ മണ്ണെടുക്കാൻ ഉപയോഗിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അവരിങ്ങനെ രണ്ടാൾക്കാർ പിടിച്ചു നിന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കറക്കുന്നതിനനുസരിച്ചിട്ട് കയറിങ്ങനെ ചുറ്റി വരുന്നു. അതിനനുസരിച്ച് താഴെ അവർ ഒരു കൊട്ടയിൽ മണ്ണും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഉയർത്തുക. അത് വീൽ ആൻഡ് ആക്സിലിനൊരു ഉദാഹരണമാണ്. ദെൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ലോറികളിൽ നിന്നൊക്കെ വണ്ടികൾ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടാവും. വണ്ടികൾ ഇറക്കുന്ന സമയത്ത് ലോറികളിൽ നിന്ന് വണ്ടി താഴേക്ക് എടുത്ത് ഇടുകയല്ല ചെയ്യുക, പകരം ഒരു ചെരിഞ്ഞ ഒരു പ്രതലം വെച്ച് കൊടുത്തിട്ടുണ്ടാവും ലോറിയിലേക്ക്. അതിലൂടെ വണ്ടികൾ ഇറക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പൊ അവിടെ എഫേർട്ട് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു സിമ്പിൾ മെഷീനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻസ് നോക്കാം. അപ്പൊ അതിനും കാര്യങ്ങൾ കുറച്ചും കൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ എടുക്കുകയാണ്. ഒരു കപ്പി ഉപയോഗിച്ചിട്ട് ഒരാൾ ഒരു ലോഡ് ഉയർത്തുന്നു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ടേം ലോഡ് അല്ലെങ്കിൽ വെയിറ്റ്. ലോഡ് ഓർ വെയിറ്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ W ആണ്. ലോഡ് ഓർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട്, നമ്മൾ ആ മെഷീനിലേക്ക് കൊടുക്കുന്ന എഫേർട്ട് വെച്ചിട്ട് ഏത് ഫോഴ്സിനെയാണോ ഓവർകം ചെയ്യുന്നത് ആ ഫോഴ്സിനെയാണ് ലോഡ് ഓർ വെയിറ്റ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ഓവർകം ബൈ ദി എഫേർട്ട്. ഇവിടെ അയാൾ താഴോട്ട് വലിക്കുന്നതാണ് അയാളുടെ എഫേർട്ട്. അതിനനുസരിച്ചിട്ട് ആ ലോഡ് മുകളിലേക്ക് പൊങ്ങി വരുന്നത്. ആ മുകളിലേക്ക് പൊങ്ങി വരുന്ന ആ ലോഡിനെയാണ് നമ്മൾ ഇവിടെ ഓവർകം ചെയ്യുന്നത്. അതാണ് ലോഡ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ എഫേർട്ട് ഓർ പവർ. ആ ലോഡ് ഉയർത്താൻ നമ്മൾ കൊടുക്കുന്ന പ്രയത്നം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എഫേർട്ട് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. അപ്പൊ അയാൾ ആ കയറിന്റെ ഒരറ്റത്ത് പിടിച്ച് താഴോട്ട് വലിക്കുന്നു. അയാൾ വലിക്കുന്ന ആ ഫോഴ്സ് ആണ് ഇവിടുത്തെ എഫേർട്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫൽക്രം. ഫൽക്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ആ കപ്പി നമ്മൾ കണ്ടിട്ടാവും വീട്ടിലൊക്കെ കപ്പി നമ്മുടെ ചുമരിനോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കമ്പിയിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനൊരു ഫിക്സഡ് ഭാഗം ഉണ്ടാവും. ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഒരു ആക്സിൽ പോകുന്നുണ്ടാവും. അതിന്റെ മുകളിലാണ് എന്ത് കറങ്ങുക?
കപ്പി കിടന്നിട്ട് കറങ്ങുക. അപ്പോൾ ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ആ കപ്പി എന്ന് പറഞ്ഞ സിമ്പിൾ മെഷീൻ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണോ ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഫിക്സഡ് പോയിന്റിനെയാണ് ഫൽക്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ദ മെഷീൻ എറൗണ്ട് വിച്ച് ദി മെഷീൻ റൊട്ടേറ്റ്സ്. ആ മെഷീനിലുള്ള ഒരു ഫിക്സഡ് പോയിന്റ്, ആ ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന ആ കറുത്ത കളറിലുള്ള പുള്ളിന്റെ നടുക്ക് കാണുന്ന കറുത്ത കളറിലുള്ള ഡോട്ടാണ് അവിടുത്തെ ഫൽക്രം. ഇനി അടുത്ത ടേം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ്. എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്നു, ഒരു ലോഡ് ഉയർത്തുന്നു, ഇതാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ലോഡിന്റെയും എഫേർട്ടിന്റെയും റേഷ്യോയെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ലോഡ് ടു ദി എഫേർട്ട്. ലോഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ W ആണ്, എഫേർട്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്നാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA is equal to ലോഡ് ബൈ എഫേർട്ട് അല്ലെങ്കിൽ W/P. ലോഡിനെ എഫേർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി ലോഡും എഫേർട്ടും ഒരേ യൂണിറ്റിൽ തന്നെ തരുന്നത് കൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഇറ്റ് ഈസ് സിംപ്ലി എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ. അതായത് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന, ലോഡിനെ എഫേർട്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നമ്പർ മാത്രമായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അടുത്ത ടേം വെലോസിറ്റി റേഷ്യോ, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ VR, ക്യാപിറ്റൽ VR, വെലോസിറ്റി റേഷ്യോ. ഇപ്പൊ ഈ ഫിഗറിൽ നമ്മൾ കാണുന്നുണ്ട്, അയാള് കയറ് പിടിച്ചിട്ട് കുറച്ച് ദൂരം താഴോട്ട് വലിക്കുന്നുണ്ട്, കുറച്ച് ദൂരം അയാളുടെ എഫേർട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോഡും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കുറച്ച് ദൂരം മൂവ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി റേഷ്യോ എന്നാൽ it is the ratio between the distance moved by the effort to the distance moved by the load. എഫേർട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ ലോഡ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ DP എന്നും ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ DW എന്നുമാണ്. വെലോസിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ വെലോസിറ്റി റേഷ്യോ VR is equal to ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്. അപ്പോൾ ഇവിടെയും രണ്ടിലും ഡിസ്റ്റൻസ് ആണ്, രണ്ടും ഒരേ യൂണിറ്റിലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്കും യൂണിറ്റുകൾ ഒന്നും തന്നെ ഇല്ല. അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ്. ഇറ്റ് ഈസ് സിംപ്ലി എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ. ഇതും ഒരു നമ്പർ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ ടേം ആണ് എഫിഷ്യൻസി. എന്താണ് എഫിഷ്യൻസി? വർക്ക് പവർ എനർജി എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എഫിഷ്യൻസിയെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം മെഷീൻസിന് നമ്മൾ എപ്പോഴും എഫിഷ്യൻസി പറയും, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ആ മെഷീൻ എന്ന്. ഇപ്പൊ എഫിഷ്യൻസി ഡിനോട്ട് ചെയ്യണ ലെറ്റർ ഈറ്റയാണ്. എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ എന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ദി ഇൻപുട്ട് ഓഫ് എ മെഷീൻ. ഒരു മെഷീനിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടിനെ അതിലേക്ക് അപ്ലൈ ചെയ്ത ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി നമ്മൾ എപ്പോഴും പെർസെൻറ്റേജിലാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് വർക്ക് ഡൺ ബൈ ദി മെഷീൻ ടു ദി വർക്ക് ഡൺ ഓൺ ദി മെഷീൻ. ഒരു മെഷീൻ ചെയ്ത വർക്കിനെ മെഷീനിലേക്ക് കൊടുത്ത വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ്, അത് തമ്മിലുള്ള റേഷ്യോ ആണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ.
പെർസെൻറ്റേജ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇൻറ്റു 100. ഇത് എഫിഷ്യൻസിയുടെ കോമൺ ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇനി നമ്മൾ പറയുന്ന സിമ്പിൾ മെഷീൻ്റെ കേസിൽ ഔട്ട്പുട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ലോഡ് എത്രത്തോളം വർക്ക് ചെയ്തു അല്ലെങ്കിൽ ലോഡിനെ എത്ര ദൂരം മൂവ് ചെയ്യിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ മെഷീനിലെ ഔട്ട്പുട്ട് വർക്ക് എന്നാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡാണ്. വർക്ക് ഡൺ നമ്മൾ പഠിച്ചതാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വർക്ക് ഡൺ. ഇപ്പോൾ ഔട്ട്പുട്ട് വർക്ക് എന്നാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡാണ് ഔട്ട്പുട്ട് വർക്ക്. അതുപോലെ ഇൻപുട്ട് വർക്ക് എന്നാൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ എഫേർട്ടാണ്. ആ എഫേർട്ട് ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് വർക്ക് എന്നാൽ എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ടാണ്. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വർക്ക് എന്നാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്. ഇൻപുട്ട് വർക്ക് എന്നാൽ എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ടാണ്. ഇക്വേഷൻ ഇങ്ങനെ മാറും. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് ഡിവൈഡ് ബൈ എഫേർട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യുന്നത് പെർസെൻറ്റേജ് എഫിഷ്യൻസി കാണാനാണ്. ഇതിലെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് മാത്രം വെച്ച് എഴുതുമ്പോൾ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ബൈ പി ഇൻറ്റു ഡി പി ഇൻറ്റു 100. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡബ്ല്യു ബൈ പി എന്നാൽ ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി എഫേർട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ് എന്നാൽ വെലോസിറ്റി റേഷ്യോ ആണ്. അത് മുകളിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫിഷ്യൻസി നമ്മൾക്ക് കിട്ടുക എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ എന്നാണ്. അതിനെ പെർസെൻറ്റേജ് എഫിഷ്യൻസി ആക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ പെർസെൻറ്റേജ് എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു എം എ ബൈ വി ആർ ഇൻറ്റു 100 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോയും എഫിഷ്യൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് കൂടെയാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ്. പെർസെൻറ്റേജ് എഫിഷ്യൻസി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ഇൻറ്റു 100. ഇത്രയുമാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ള ടേംസ് റിലേറ്റഡ് ടു സിമ്പിൾ മെഷീൻസ്. അടുത്ത ഒബ്ജക്റ്റീവ് ഐഡിയൽ മെഷീൻ. ഐഡിയൽ ആ വാക്കിൽ തന്നെയുണ്ട്. ഐഡിയൽ ആയിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തർ പറയുമല്ലോ നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരാളാണ് അയാൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്. സാധാരണ അങ്ങനെയാണ് പറയാറ്. ഇനി മെഷീൻസിൻ്റെ കേസിൽ ഇൻ ആൻ ഐഡിയൽ മെഷീൻസിൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും വെലോസിറ്റി റേഷ്യോക്ക് തുല്യമായിരിക്കും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ വാല്യൂ എത്രയാണോ അത്ര തന്നെയായിരിക്കും വെലോസിറ്റി റേഷ്യോൻ്റെ വാല്യൂ. അങ്ങനെയുള്ള മെഷീൻസിനെയാണ് നമ്മൾ ഐഡിയൽ മെഷീൻസ് എന്ന് പറയുക. സോ ഫോർ ആൻ ഐഡിയൽ മെഷീൻ, ഒരു ഐഡിയൽ മെഷീൻസിന്റെ കേസിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. അതിന് കാരണം നമ്മൾ പഠിച്ചു, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എം എ ബൈ വി ആർ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ ആണ്. ഐഡിയൽ മെഷീനിലെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും വെലോസിറ്റി റേഷ്യോവും തുല്യമായതുകൊണ്ട് എം എ ബൈ വി ആർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടുക 1 ആണ്, അല്ലെങ്കിൽ യൂണിറ്റി ആണ് കിട്ടുക. അപ്പൊ അവിടെയുള്ള പെർസെൻറ്റേജ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. അപ്പൊ നമുക്ക് ഐഡിയൽ മെഷീൻസിന്റെ ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എഫിഷ്യൻസി 100% ആയിട്ടുള്ള മെഷീൻസിനെയാണ് ഐഡിയൽ മെഷീൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ലിവേഴ്സ് ആണ്. എന്താണ് ലിവർ? ലിവർ എന്ന് പറഞ്ഞത് സിമ്പിൾ മെഷീൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ലിവർ എന്ന് നോക്കാം. ലിവർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു റിജിഡ് റോഡ്, നമ്മുടെ നല്ല രീതിയിലുള്ള ഒരു വടി, അതാണ് ലിവർ എന്ന് പറഞ്ഞാൽ.
അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതിനൊരു ഫൽക്രം ഉണ്ടാവും. ഫൽക്രം എന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഈ റോഡ് റൊട്ടേറ്റ് ചെയ്യും. ഈ റിജിഡ് റോഡ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ലിവറിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ ലിവർ ഈസ് എ റിജിഡ് റോഡ് വിച്ച് റൊട്ടേറ്റ്സ് എബൌട്ട് എ ഫിക്സഡ് പോയിന്റ് കോൾഡ് ദി ഫൽക്രം. ഫൽക്രം എന്ന ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റിജിഡ് റോഡാണ് ലിവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സിമ്പിൾ മെഷീൻ ഉപയോഗിക്കുന്നത് ഒരു ലോഡിനെ ഓവർകം ചെയ്യാനാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു ലോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എഫേർട്ട് ഉണ്ടാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും ലോഡും എഫേർട്ടും ഓരോ റിജിഡ് റോഡിന്റെ രണ്ട് എൻഡിലുമായിട്ടല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് കട്ടിംഗ് പ്ലെയർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കട്ടിംഗ് പ്ലെയർ ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ പെയർ ഓഫ് സിസേഴ്സ് ഇതിനൊരു ഉദാഹരണമാണ്. സിസേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കത്രിക. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇതിന്റെ മറ്റേ എൻഡിലാണ്, ബ്ലേഡ് പോലെയുള്ള ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കുക. അതാണ് ലോഡ്. ഇപ്പുറത്ത് നമുക്കൊരു പിടുത്തമുണ്ട്, അവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ഫൽക്രം നിൽക്കുന്നത്. അടുത്തത് ക്രൗ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്കൊക്കെ ആണികളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവും. ഒരു വടി കുറച്ചൊരു ബെൻഡായിട്ട് കാണുന്നത്, അതാണ് ക്രൗ ബാർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ബെൻഡായിട്ടുള്ള ഭാഗമാണ് അതിന്റെ ഫൽക്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബീം ബാലൻസ്. മുമ്പെയൊക്കെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ തൂക്കി തരുന്ന ഒരു ഉപകരണം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഉള്ള പോലത്തെ ഇലക്ട്രോണിക് മെഷീൻ അല്ലാതെ നമ്മൾ 5-ന്റെ 2-ന്റെ ഒക്കെ തൂക്കം, 5 കിലോ 2 കിലോ ഒക്കെ തൂക്കം വെച്ച് മെഷർ ചെയ്യുന്നത്. ആ ബീം ബാലൻസ് ഒരു ലിവറാണ്. അതുപോലെ ഹാൻഡ് പമ്പ്, കുഴൽക്കിണർ, പഞ്ചായത്തൊക്കെ കുഴൽക്കിണർ കുടിച്ചാൽ അവിടെ വെക്കുന്ന കണ്ടുണ്ടാവും. ആ ലിവർ പിടിച്ച് വലിക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം വരുന്ന, ഇതും ഒരു ലിവർ എന്ന് പറഞ്ഞ സിമ്പിൾ മെഷീന് ഉദാഹരണമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സ്. ഏത് പ്രിൻസിപ്പിളിലാണ് ലിവേഴ്സ് വർക്ക് ചെയ്യുന്നത്? അപ്പൊ അതിനു മുന്നേ 2 ടേംസും കൂടെ നമുക്ക് ഇതിൽ പറയാനുണ്ട്. ഇവിടെ ഫൽക്രം ഉണ്ട്, ലോഡ് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. ലോഡും ഫൽക്രവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ലോഡിന്റെയും ഫൽക്രത്തിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലോഡ് ആം. ലോഡിന്റെയും, ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ലോഡിന്റെയും ഫൽക്രത്തിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലോഡ് ആം. അതുപോലെ തന്നെ എഫേർട്ടിന്റെയും ഫൽക്രത്തിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എഫേർട്ട് ആം. 2 ടേംസ്. ഒന്ന്, ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി ഫൽക്രം ഈസ് കോൾഡ് ലോഡ് ആം. ദ ഡിസ്റ്റൻസ് ഓഫ് ദി എഫേർട്ട് ഫ്രം ദ ഫൽക്രം ഈസ് കോൾഡ് എഫേർട്ട് ആം. അപ്പൊ ഈ 2 ടേംസ് കിട്ടി. ഈ 2 ടേംസും കൂടെ കിട്ടിയാൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലിവർ പറയാം. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ലോഡ് ആം ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. ലോഡ് ഇൻറ്റു ലോഡ് ആം ചെയ്താൽ അത് എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആമിന് തുല്യമായിരിക്കും. ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ലിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും ലോഡ് ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലോഡ് ബൈ എഫേർട്ട് എന്നാൽ അത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ നമുക്ക് ഇക്വേഷനെ വേണമെങ്കിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇസ് ഈക്വൽ ടു എഫേർട്ട് ആം ബൈ ലോഡ് ആം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പ്രിൻസിപ്പിൾ ഓഫ് ലിവർ. അടുത്തത് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവേഴ്സ് ആണ്. എങ്ങനെയാണ് ലിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 2 രീതിയിലാണ് ലിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്ട്രെയിറ്റ് ലിവർ, രണ്ടാമത്തത് കർവ്ഡ് ലിവർ. സ്ട്രെയിറ്റ് ലിവറും കർവ്ഡ് ലിവറും അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലിവർ എന്നും കർവ്ഡ് ലിവർ എന്നും 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ സ്ട്രെയിറ്റ് ലിവേഴ്സിനെ ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും ലോഡിന്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ എന്ന് 3 എണ്ണമായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതുപോലെ കർവ്ഡ് ലിവർ അല്ലെങ്കിൽ ക്രാങ്ക്ഡ് ലിവറിനെ ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന ഒരു പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ്
ഈ ക്ലാസിഫിക്കേഷനും നോക്കാം. ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലിവേഴ്സിന്റെ കേസാണ് പറയുന്നത്. അതിലാദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ലിവർ. നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഒറ്റ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു ലിവർ, അതിന് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയും ഇടയിലാണ് ഫൽക്രത്തിൻ്റെ സ്ഥാനം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ലിവേഴ്സിനെയാണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുക. ഇതിൻ്റെ സ്ഥാനം നടുക്കാണെന്ന് അർത്ഥമില്ല. ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലാണ് ഫൽക്രത്തിൻ്റെ സ്ഥാനമെങ്കിൽ ആ ടൈപ്പ് ലിവേഴ്സ് ആണ് ഫസ്റ്റ് ഓർഡർ ലിവർ. അപ്പൊ ഇതിന്റെ ലോഡാമും എഫേർട്ടാമും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. ലോഡിന്റെയും ഫൽക്രത്തിന്റെയും ഇടയിൽ ലോഡാമും ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും ഇടയിൽ എഫേർട്ടാമും. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ പ്രത്യേകത, ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാൽ അത് ഒന്നിനേക്കാൾ കുറവാവാം, ഒന്നാവാം, ഒന്നിനേക്കാൾ കൂടുതലും ആവാം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വാല്യൂ ഒന്നാവാം, ഒന്നിനേക്കാൾ കുറവാവാം, ഒന്നിനേക്കാൾ കൂടുതലും ആവാം ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ. അതിനർത്ഥം ചിലപ്പോൾ ലോഡ് ഫൽക്രത്തിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് കുറഞ്ഞ എഫേർട്ട് കൊണ്ട് കൂടുതൽ ലോഡ് ഉയർത്താൻ പറ്റും, അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് വേണ്ടി വരും കുറഞ്ഞ ലോഡ് ഉയർത്താൻ. അതിനനുസരിച്ചിട്ട് മാറ്റം വരാം. ലോഡ് ബൈ എഫേർട്ടാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഇപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വാല്യൂ 1 ആവാം, ലെസ് ദാൻ 1 ആവാം, ഗ്രേറ്റർ ദാൻ 1 ആവാം ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പെയർ ഓഫ് സിസേഴ്സ്, കത്രികകൾ, സീസോ, ക്രോബാർ, ബീം ബാലൻസ്. ഉദാഹരണങ്ങൾ നമ്മൾക്ക് അടുത്തൊരു സ്ലൈഡിൽ നോക്കാം. ദെൻ സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവർ എന്നാൽ ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും ഇടയിലാണ് ലോഡ് എങ്കിൽ ആ ടൈപ്പ് ലിവേഴ്സിനെയാണ് സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുക. ഫൽക്രത്തിന്റെയും എഫേർട്ടിന്റെയും ഇടയിലാണ് ലോഡ് എങ്കിൽ ആ ടൈപ്പ് ലിവേഴ്സ് ആണ് സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പൊ ഇവിടുത്തെ എഫേർട്ടാമും ലോഡാമും കാണിച്ചിട്ടുണ്ട്. എഫേർട്ടാമിന് ലോഡാമ് രണ്ടും കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ പ്രത്യേകത എന്നാൽ അവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വാല്യൂ എപ്പോഴും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ലെസ് എഫേർട്ട് ടു ലിഫ്റ്റ് മോർ ലോഡ്. വളരെ കുറഞ്ഞ പ്രയത്നം കൊണ്ട് തന്നെ വലിയ ഒരു ലോഡ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും സെക്കൻഡ് ഓർഡർ ലിവർ ഉപയോഗിച്ചിട്ട്. അതിന് ഉദാഹരണം പറയുന്നത് നട്ട് ക്രാക്കർ, വീൽ ബാരോ, പേപ്പർ ഷീറ്റ് കട്ടർ, ബോട്ടിൽ ഓപ്പണർ, അതുപോലെ ലൈം സ്ക്വീസർ. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദെൻ ഇനി പൊസിഷൻ ഒന്നും കൂടെ മാറാനുള്ളൂ. തേർഡ് ഓർഡർ ലിവർ. തേർഡ് ഓർഡർ ലിവർ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫൽക്രത്തിന്റെയും ലോഡിന്റെയും ഇടയിലാണ് എഫേർട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ലിവേഴ്സിനെയാണ് തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. ഇവിടെ എഫേർട്ടാമും ലോഡാമും കാണിച്ചിട്ടുണ്ട്. 3 കേസിലും ലോഡാമും എഫേർട്ടാമും എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്ന് ഫിഗറിൽ ഒന്ന് നോക്കുക. തേർഡ് ഓർഡർ ലിവറിന്റെ പ്രത്യേകത, തേർഡ് ഓർഡർ ലിവറിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. എല്ലായ്പ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് വളരെ കുറഞ്ഞ ലോഡ് ഉയർത്താൻ തന്നെ നമ്മൾക്ക് വളരെ വലിയ എഫേർട്ട് കൊടുക്കേണ്ടി വരും. മോർ എഫേർട്ട് ടു ലിഫ്റ്റ് ലെസ് ലോഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ കുറഞ്ഞ എഫേർട്ട് കൊണ്ട് വലിയ ലോഡിനെ നമുക്ക് ഓവർകം ചെയ്യാം. അതുപോലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൂടുതൽ എഫേർട്ട് കൊടുത്താലേ ചെറിയ ലോഡിനെ തന്നെ ഓവർകം ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഉയർത്താൻ പറ്റൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 ആണെങ്കിൽ എത്രയാണോ ലോഡ് ഉയർത്തേണ്ടത് അത്ര തന്നെ എഫേർട്ട് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യണം. ഇതിന് ഉദാഹരണം, തേർഡ് ഓർഡർ ലിവറിന്റെ ഉദാഹരണം ആയിട്ട് പറയുന്നത് ഹ്യൂമൻ ഫോറാം, നമ്മളുടെ കൈ, അതായത് കൈമുട്ട് മുതൽ നമ്മുടെ കൈപ്പത്തി വരെയുള്ള ഭാഗം, ഹ്യൂമൻ ഫോറാം. അതുപോലെ ഫോർസെപ്സ്, ബ്രൂം, ഫയർ ടോങ്സ്,
ഫിഷിംഗ് റോഡ്. ഇതൊക്കെയാണ് തേർഡ് ഓർഡർ ലിവറിന് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ടൈപ്പ് സ്ട്രെയിറ്റ് ലിവർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡറിലെ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ ഒരു ഉദാഹരണമായിരുന്നു സിസേഴ്സ്, കത്രിക ഫസ്റ്റ് ഓർഡർ ലിവറിന് ഉദാഹരണമാണ്. ഫൽക്രം ലോഡിന്റെയും എഫേർട്ടിന്റെയും ഇടയിലാണ് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത് സീസോ, പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, രണ്ടാൾക്കാർ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ആടുന്ന സീസോ ഒരു ഫസ്റ്റ് ഓർഡർ ലിവറാണ്. അവിടെയും ഇരിക്കുന്ന ഒരാളെ ലോഡായിട്ടും ഒരാളെ എഫേർട്ടായിട്ടും കൺസിഡർ ചെയ്യുക. അപ്പൊ ഫൽക്രം എന്നത് ലോഡിന്റെയും എഫേർട്ടിന്റെയും ഇടയിലാണ്, അതൊരു ഫസ്റ്റ് ഓർഡർ ലിവറാണ്. ദെൻ ബീം ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വടീന്റെ മുകളിൽ ഒരു സൈഡിൽ നമുക്ക് സാധനം തൂക്കാനുള്ള ഒരു പാത്രം ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ തൂക്കുന്ന കട്ടി വെക്കാനുള്ള ഒരു പാത്രം ഉണ്ടാവും. അപ്പൊ ഈ നമ്മൾ വാങ്ങുന്ന സാധനമാണ് ലോഡ്, മറ്റേതാണ് എഫേർട്ട്. അപ്പൊ അത് ഫൽക്രം വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്. ദെൻ ക്രൗബാർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആണി പറിക്കൽ മാത്രമല്ല, ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ താഴേക്ക് ക്രൗബാർ വെച്ചിട്ട് നമ്മൾ ഒരാളെ കൈ കാണുന്നുണ്ട്, ആ ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ബോക്സ് ഉയരും. അപ്പൊ ആ അടിഭാഗം തട്ടി നിൽക്കുന്ന ഭാഗമാണ് ഇവിടെ ഫൽക്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ലോഡിന്റെയും എഫേർട്ടിന്റെയും ഇടയിലാണ് ഇവിടെ ഫൽക്രത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് അതും ഒരു ഫസ്റ്റ് ഓർഡർ ലിവറാണ്. ഇനി സെക്കൻഡ് ഓർഡർ ലിവറിന്റെ ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞത് ഒന്ന് നട്ട് ക്രാക്കർ എന്ന് പറഞ്ഞാൽ അടക്കയൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, കണ്ടിട്ടുണ്ടാവും, ഈ മുറുക്കുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും അടക്ക പൊട്ടിക്കുന്ന ഒരു മെഷീൻ, അതാണ് നട്ട് ക്രാക്കർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് പറഞ്ഞത് പേപ്പർ കട്ടർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കടയിലൊക്കെ കാണുന്ന പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആ ഫൽക്രം എന്ന് പറഞ്ഞത് ആ എൻഡിലാണ്, ഒരു എൻഡിലാണ്, എഫേർട്ട് കൊടുക്കുന്നത് ഇപ്പുറത്താണ്, ലോഡ് വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും നടുക്കാണ്. നട്ട് ക്രാക്കറിലും കാണാം. അതുപോലെ ലെമൺ സ്ക്വീസർ, നമ്മൾ നാരങ്ങ പിഴിയണ ഈ കാണുന്നതിൽ നാരങ്ങ നടുക്കാണ് വെക്കുന്നത്, നാരങ്ങയാണ് അവിടുത്തെ ലോഡ്, നമ്മൾ കൈ പിടിക്കുന്നതാണ് എഫേർട്ട്, അതിന് ഫൽക്രം ഈ ലെഫ്റ്റ് എൻഡിലാണ്. അതുപോലെ ബോട്ടിൽ ഓപ്പണർ, നമ്മൾ സോഡയൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിൽ ഓപ്പണേഴ്സ്, ലോഡിന്റെയും എഫേർട്ടിന്റെയും ഫൽക്രത്തിന്റെയും പൊസിഷൻ ശ്രദ്ധിക്കുക. ദെൻ വീൽ ബാരോ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന അർബാന, അത് തന്നെയാണ് വീൽ ബാരോ. ഇതും സെക്കൻഡ് ഓർഡർ ലിവറിന് ഉദാഹരണമാണ്. ദെൻ തേർഡ് ഓർഡർ ലിവറിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന് ഹ്യൂമൻ ഫോർ ആം എന്ന് പറഞ്ഞു, നമ്മുടെ കൈമുട്ട് മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗം. ഇപ്പൊ ഈ കൈപ്പത്തിയിൽ ഒരു ലോഡ് വെച്ചതായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ കൈമുട്ടിന്റെ ഭാഗമാണ് അവിടെ ഫൽക്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സാധനം ഉയർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയിന്റെ കൈപ്പത്തിന്റെയും കൈമുട്ടിന്റെയും ഇടയിലുള്ള ഭാഗത്താണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു തേർഡ് ഓർഡർ ലിവറിന് ഉദാഹരണമാണ്. ഇതാണ് ഫോർസെപ്സ് എന്ന് പറഞ്ഞത്. ഇത് സാധാരണയായിട്ട് കാണുക പല്ല് ഡോക്ടർ അടുത്ത്, അല്ലെങ്കിൽ സാധാരണ ഡോക്ടർമാർ പഞ്ഞിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പഞ്ഞിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത്. ഇപ്പൊ ഇവിടെ നടുക്ക് ആ ഒരു ഹമ്പ് പോലെ കാണുന്ന ഭാഗത്താണ് പിടിക്കുക, അതിന്റെ ഈ എൻഡിലാണ് ഫൽക്രം വരുന്നത്, ലോഡായിട്ടുള്ള പഞ്ഞി ഒക്കെ എടുക്കുക ആ ഒരു കൂർത്ത ഭാഗത്താണ്. ദെൻ പറഞ്ഞതാണ് ഫിഷിംഗ് റോഡ്, നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വടി. ഇവിടെ കാണിച്ചിട്ടുണ്ട് ലോഡ് എവിടെയാന്ന് കാണിച്ചിട്ടുണ്ട്, ഫൽക്രം എവിടെയാന്ന് കാണിച്ചിട്ടുണ്ട്, ഫോഴ്സ് എവിടെയാണ് കൊടുക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അതൊരു തേർഡ് ഓർഡർ ലിവറാണ്. ദെൻ ഫയർ ടോങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിമ്പിൾ ഉദാഹരണം, നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ കുപ്പിയിൽ നിന്ന് അത് എടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉപയോഗിക്കുന്നത് കാണാം. അത് തന്നെയാണ് ഈ പറഞ്ഞ ഫയർ ടോങ്, ഷുഗർ ടോങ് എന്നൊക്കെ പറഞ്ഞ സാധനം. ദെൻ അടുത്തത് പറഞ്ഞത് ബ്രൂമാണ്, സാധാരണയുള്ള അടിച്ചു വരുന്ന ചൂല്. ഇവിടെ ഫൽക്രം, ലോഡ്, എഫേർട്ട് എവിടേക്കാണെന്ന് കാണിച്ചിട്ടുണ്ട്, പൊസിഷൻ വെച്ചിട്ട്. ഇതൊരു തേർഡ് ഓർഡർ ലിവറാണ്. പിന്നെ നമ്മൾ കർവ്ഡ് ലിവേഴ്സ് അല്ലെങ്കിൽ ക്രാങ്ക്ഡ് ലിവേഴ്സ് എന്ന് പറഞ്ഞിരുന്നു, അതെന്താന്ന് നോക്കാം. എന്താണ് കർവ്ഡ് ലിവർ? ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ കൂടുതൽ സ്ട്രെയിറ്റ് റോഡുകൾ കാണാനുണ്ട്. അപ്പൊ
ഒന്നിൽ കൂടുതൽ റോഡുകൾ തമ്മിൽ പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്ത്, ഇപ്പൊ നീല കളറിലുള്ളത്, മഞ്ഞ കളറിലുള്ളത്, അതുപോലെ ചുവന്ന കളറിലുള്ളത്, അപ്പൊ ഇങ്ങനെയുള്ള റോഡുകൾ അധികം സ്ഥലം യൂട്ടിലൈസ് ചെയ്യാതെ പരസ്പരം ഒരു ആംഗിളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ലിവേഴ്സിനെയാണ് കർവ്ഡ് ലിവേഴ്സ് എന്ന് പറയാം. Two roads may be joined together at an angle to increase leverage without utilizing much space. Such levers are cranked or curved levers. ഇപ്പൊ രണ്ട് റോഡുകൾ പരസ്പരം ഒരു ആംഗിളിൽ ജോയിൻ ചെയ്തിട്ടുള്ള റോഡ്സിനെയാണ് കർവ്ഡ് ലിവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഡിഗ്രി ഓഫ് കർവ് വിൽ ബി ഫ്രം 0 ഡിഗ്രി ടു 180 ഡിഗ്രി. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി ഇതിലൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു, ബെൽ ക്രാങ്ക്ഡ് ലിവർ. ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് ലിവർ തന്നെയാണ്. അതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഇവിടെ ഡിഗ്രി ഓഫ് കർവ് പറഞ്ഞു 0നും 180 ഡിഗ്രിക്കും ഇടയിലാവും എന്നാണ് പറഞ്ഞത്. ബെൽ ക്രാങ്ക്ഡ് ലിവറിൽ ഈ പറഞ്ഞ ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സ്പെഷ്യൽ ഫോം ഓഫ് ക്രാങ്ക്ഡ് ലിവേഴ്സ് ഇൻ വിച്ച് ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇൻക്ലൂഡഡ് ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ക്രാങ്ക്ഡ് ലിവറിന്റെ സ്പെഷ്യൽ ഫോംസിനെയാണ് ബെൽ ക്രാങ്ക്ഡ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കർവ്ഡ് ലിവറിനും ബെൽ ക്രാങ്ക്ഡ് ലിവറിനൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നത് മോട്ടോർ സൈക്കിൾ ബ്രേക്ക് സിസ്റ്റം. മോട്ടോർ സൈക്കിളിന്റെ, ബൈക്കിന്റെ ഒക്കെ ബ്രേക്ക് സിസ്റ്റം കണ്ടിട്ടുണ്ടാവും. അത് ഒന്നിൽ കൂടുതൽ ലിവേഴ്സ് പരസ്പരം ജോയിൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക, ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ക്ലച്ച് പെഡൽ, ഇതൊക്കെ ബെൽ ക്രാങ്ക്ഡ് ലിവേഴ്സിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സിമ്പിൾ മെഷീൻ എന്ന് പറഞ്ഞു, ദെൻ ടേംസ് അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ മെഷീൻസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഐഡിയൽ മെഷീൻ എന്താന്ന് പറഞ്ഞു, ലിവേഴ്സ് എന്താന്ന് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ലിവേഴ്സ് പറഞ്ഞു, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവേഴ്സും പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ സിമ്പിൾ മെഷീൻ എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.